മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപം ബോട്ട് മുങ്ങി 13 മരണം. 101 പേരെ രക്ഷപ്പെടുത്താനായെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. എലിഫന്റ് ഐലൻഡിലേക്ക് പോയ ബോട്ടിലേക്ക് നാവികസേനയുടെ സ്പീഡ് ബോട്ട് വന്നിടിച്ചാണ് അപകടമുണ്ടായത്. ये बोट है ना, यहाँ पे पलटी हुई है. गेटवे से एलिफेंट जाती है जो വിവരങ്ങൾ നൽകാനായി. അർജുൻ, അപകടത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. 101 പേരെ രക്ഷപ്പെടുത്താനായി എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യം മറുവശത്തുണ്ട്. ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴായിരുന്നു അപകടം? തിരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:55 കൂടിയായിരുന്നു അപകടം ഉണ്ടായിരുന്നത്. ഈ ബോട്ടിൽ എത്ര പേരുണ്ട് എന്നുള്ള കൃത്യമായ വിവരം ഇപ്പോഴും അധികാരികൾക്ക് മുൻപിലില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന വസ്തുത. 80 യാത്രക്കാർ, 85 ജീവനക്കാർ, അങ്ങനെ ആകെ 80 യാത്രക്കാർ, 5 ജീവനക്കാർ, അങ്ങനെ ആകെ 85 മുതിർന്നവരുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എത്ര കുട്ടികളാണ് ഈ ഫെറിയിൽ, ഈ യാത്രാ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ അതല്ലെങ്കിൽ മറ്റധികാരികൾക്കോ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നാവികസേനയുടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ചത് 13 പേരാണ്. ആ 13 പേരിൽ കുട്ടികളുണ്ടോ, അത് എത്ര പേരാണ് എന്നുള്ള കാര്യത്തിലടക്കം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് തൊട്ട് സമീപത്ത് തന്നെ ആ യാത്ര പുറപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബോട്ട്. എലിഫന്റ് ഐലൻഡിലേക്കായിരുന്നു പോയത്. എലിഫന്റ് ഐലൻഡ് എന്ന് പറയുന്നത് നവി മുംബൈയിലാണ് ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും വിനോദസഞ്ചാരികൾ തന്നെയായിരുന്നു. അങ്ങനെ വിനോദസഞ്ചാരത്തിന് പോയവരാണ് ഇങ്ങനെ വലിയൊരു അപകടത്തിൽ പെട്ട് അതിൽ 13 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. മറ്റൊരു നേവിയുടെ സ്പീഡ് ബോട്ടാണ് ഈ യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. അതിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് നേവി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ത്രോട്ടിൽ ഫുൾ സ്പീഡിൽ കുടുങ്ങി ആ എഞ്ചിന്റെ പ്രവർത്തനം അത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഈ ബോട്ടിലേക്ക്, യാത്രാ ബോട്ടിന്റെ മുൻവശത്തേക്ക് നേവിയുടെ സ്പീഡ് ബോട്ട് ഇടിച്ച് കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഫെറിയും മുങ്ങാൻ തുടങ്ങിയത്. അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ നാവികസേനയുടെ 11 ബോട്ടുകൾ, അതുപോലെ തന്നെ മറൈൻ പോലീസിന്റെ 3 ബോട്ടുകൾ, കോസ്റ്റ് ഗാർഡിന്റെ 1 ബോട്ട്, ഇത്രയും സംഘങ്ങൾ ചേർന്ന് ദ്രുതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ 101 പേരെ 5 ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണെങ്കിൽ പലരുടെയും നില ഗുരുതരമാണ്. ഏകദേശം 5-6 പേരുടെ നില ഗുരുതരമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇനിയും മരണനിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത, ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. പക്ഷെ അപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള കണക്കില്ലാത്തത് വലിയ ആശങ്കയെ തുടരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നാവികസേനയുടെ തിരച്ചിൽ ഈ അപകടം നടന്ന മേഖലയിൽ, ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സമീപത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അർജുൻ, എന്തായാലും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം അർജുനിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരാം. ആ സ്പീഡ് ബോട്ട് അതിവേഗത്തിൽ വന്ന് ഇടിച്ച അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? പ്രാഥമിക വിവരങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ എന്നറിയാം, എങ്കിലും ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര സ്വദേശികൾ തന്നെയാണോ എല്ലാവരും? ഹിമ, ആ കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് നാവികസേനാ വൃത്തങ്ങളിൽ നിന്നോ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ എവിടെയുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിമാരും എല്ലാം തന്നെ ഈ ആശുപത്രിയിൽ വന്ന് പരിക്കേറ്റവരെ അടക്കം സന്ദർശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ നമുക്ക് ഈ ആരൊക്കെയാണ്, എവിടെയുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുമെന്ന് കരുതുന്നു. പക്ഷേ ഇപ്പോഴും 101 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം മാത്രമാണ് നേവിയായ മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും വ്യക്തമാക്കുന്നത്. അതിൽ നിലവിൽ 4 പേരുടെ നില ഗുരുതരം എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. പക്ഷെ അതിൽ കൂടുതലുണ്ട് എന്നുള്ള കാര്യവും
റിപ്പോർട്ടുകളായി വരുന്നുണ്ട്. മറിച്ച് 97 പേര് ഇപ്പോഴും തൃപ്തികരമായി തന്നെ ആശുപത്രിയിൽ അവരുടെ നില തൃപ്തികരമായി തുടരുന്നുണ്ട് എന്നുള്ള കാര്യം. അവർക്കും ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നുണ്ട്. ഈ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇവർ എവിടെയുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ പങ്കും വിനോദസഞ്ചാരികളായിരുന്നു. നവി മുംബൈയിലാണ് ഈ എലിഫന്റ ദ്വീപ് ഉള്ളത്, ഐലൻഡ് ഉള്ളത്. അതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. യാത്രക്കാർക്ക് പുറമെ നിരവധി വിനോദസഞ്ചാരികൾ കൂടി ആ ഫെറിയിൽ, ആ യാത്രാ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക്, മുംബൈക്ക് പുറത്തുള്ളവരും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും അവിടെ വിനോദസഞ്ചാരത്തിനായി വന്നവരും എല്ലാം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിലൊരു ഔദ്യോഗിക വിവരണം, ഇവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിവരം ഇതുവരെയും അധികാരിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 4 ആശുപത്രികളിലായി ആണ് ഇപ്പോൾ ഈ പരിക്കേറ്റ 101 പേരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ നേവിയുടെ സ്പീഡ് ബോട്ടിന്റെ എഞ്ചിൻ, പുതുതായി ഘടിപ്പിച്ച എഞ്ചിൻ, ആ എഞ്ചിന്റെ പരീക്ഷണ ഓട്ടം കൂടിയായിരുന്നു ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എഞ്ചിൻ സപ്ലൈ ചെയ്ത കമ്പനിയുടെ ജീവനക്കാരാണ് മറ്റു 4 പേർ. അങ്ങനെ 6 പേരാണ് സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ആ ടെസ്റ്റ് റൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പീഡ് ബോട്ടിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ യാത്രാ ബോട്ടിന്റെ മുൻഭാഗത്ത് ഇടിച്ചു കയറിയത്. ശരി.